നമസ്കാരം. അപ്പോൾ വാഴ തീർച്ചയായിട്ടും റിലീസിംഗ് ദിവസം കഴിഞ്ഞിട്ടും വാഴ എന്ന് പറയുന്ന ആ ഒരു ചിത്രം പ്രേക്ഷകർ പുതിയ ജനറേഷനായാലും പഴയ ജനറേഷനായാലും ഒരേപോലെ തന്നെ സ്വീകരിച്ച നല്ലൊരു ചിത്രമാണെന്നുള്ളൊരു അഭിപ്രായമാണ് തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കിട്ടിയ റെസ്പോൺസ്. ഈ വാഴ എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നേരിട്ട് കണ്ടറിയാൻ സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അടിപൊളി പടം. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങുള്ളൂ, പക്ഷെ സൂപ്പർ പടമായിരുന്നു. ന്യൂ ജനറേഷന് കൊടുക്കാവുന്ന നല്ലൊരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. ന്യൂ ജനറേഷന് അപ്പൊ ഈ ഒരു ചിത്രം ഫ്രണ്ട്ഷിപ്പിന് നല്ലൊരു വാല്യൂ കൊടുക്കുന്ന ചിത്രമാണെന്നാണ് ഈ ഒരു പ്രേക്ഷക തുറന്ന് പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന പടം എന്ന് പറഞ്ഞാല് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നോടെ ഫ്രണ്ട്ഷിപ്പിന് നല്ലോണം വാല്യൂ കൊടുക്കുന്ന വെച്ചാൽ ആ ഒരു കൂട്ടുകാരൊക്കെ ഒന്ന് ഇടിക്കുന്ന പറയുന്നത് സെറ്റപ്പ് പടം, വൈബ് പടം, കണ്ടിരിക്കാൻ സൂപ്പർ പടം, എന്റർടൈൻമെന്റ് ഉണ്ട്. എല്ലാത്തരം പ്രേക്ഷകരെയും പിടിച്ചിരുത്താൻ പറ്റിയ നല്ലൊരു ചിത്രമാണ്. എല്ലാത്തരം പ്രേക്ഷകർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് വന്ന് ഹാഷറ വരുന്ന സീൻ്റെ മോനെ സീൻസാണ് അടിപൊളി, കാണാൻ പറ്റുന്ന മൂവി. വാഴ എന്ന് തന്നെ വേണമെങ്കിൽ പറയാമോ ഈ ഒരു ചിത്രത്തിൽ? കുറച്ച് വാഴകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. വാഴ എൻജോയ് ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ആ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ഫേസിൽ ഒരു ഹാപ്പിനെസ് ആണ് തെളിഞ്ഞത്. എങ്ങനെയുണ്ട് വാഴ ചിത്രം? എങ്ങനെയുണ്ട് വാഴ ചിത്രം? നല്ല രസമുണ്ട്. ആദ്യത്തെ ഹാഫ് അടിപൊളിയായിരുന്നു, രണ്ടാമത്തെ ഹാഫ് ഇച്ചിരി ലാഗാണ്, പക്ഷെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, എല്ലാരും കാണുക. തീർച്ചയായിട്ടും ന്യൂ ജനറേഷന് കൊടുക്കാവുന്ന നല്ലൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. അതെ, ഭയങ്കര ഇമോഷണലും ഉണ്ട്, അതിനൊപ്പം നല്ല ഇൻഫ്ലുവൻസും ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേർക്ക് കയ്യിൽ ഏറ്റാവുന്ന നല്ലൊരു ചിത്രമാണ് അല്ലെ? അതെ അതെ അതെ. അപ്പൊ വാഴ തന്നെ എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. എങ്ങനെയുണ്ട് വാഴ? എങ്ങനെയുണ്ട്? വാഴ നന്നായിട്ടുണ്ട്, നല്ലതായിട്ട്. വാഴ തന്നെയാണോ? മുട്ടം വാഴ, കിഡിലോസ്കി വാഴ. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കൊടുക്കാവുന്ന ഒരു കത്തിക്കേറുന്ന ഒരു ചിത്രമാണ്. നല്ല രീതിയാണ് കാണാനുണ്ട്. വാഴ എങ്ങനെയുണ്ട് പടം? വാഴ നൈസ് പടമാണ്. ഹാഷിറിന്റെ അഭിനയം അടിപൊളിയാണ്. ഹാഷിറിന്റെ അവസാനമായിട്ട് വന്നെങ്കിലും അടിപൊളിയാണ്. വാഴ തന്നെയാണോ ഈ ഒരു ചിത്രം? വാഴ തന്നെയാണോ എന്ന് ചോദിച്ചാ വാഴയിലാണ് അതിനകത്ത് എല്ലാം ഇരിക്കണേ. ശരിക്കും ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കൊടുക്കാൻ ഏറ്റവും ശരിക്കും നമ്മുടെ ബോയ്സിന്റെ ലൈഫിൽ സംഭവിക്കണ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് കാണിക്കണം അല്ലെ? അതന്നെ എല്ലാരുടെ ലൈഫിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങള് എപ്പോഴെങ്കിലും. ശരിക്കും എങ്ങനെയുണ്ട് വാഴ ചിത്രം? ഇത്രയും നേരം ന്യൂ ജനറേഷൻ പിള്ളേരെ കുറിച്ചാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും പഴയൊരു ജനറേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. അദ്ദേഹം മീഡിയക്ക് മുൻപിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വാഴ എന്ന് പറഞ്ഞ ചിത്രം ചിരിക്കാനുണ്ട്. കുടുംബവും ഫാമിലിയൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് കാണാൻ പറ്റിയ പടം. എല്ലാവർക്കും കാണാം, ധൈര്യമായിട്ട് കാണാം. പുതിയ ജനറേഷൻ കൊടുക്കാൻ നല്ലൊരു ജനറേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അതിന്റെ കുഴപ്പമില്ല, ആവറേജ് എക്സ്പീരിയൻസ് ഉള്ളൂ. ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാ, ഫസ്റ്റ് ഹാഫ് ശരിക്കും വാഴ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.